പാവയ്ക്ക കൊണ്ട് നല്ല അടിപൊളി ഒരു തീയൽ നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാവയ്ക്ക ഇതുപോലെ കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. വലിയ പാവയ്ക്കയാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഒരു പാവയ്ക്കയാണ് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളത്. കുരുവൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം മതിയാവും. എണ്ണ ചൂടായി കഴിഞ്ഞാൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, ചെറിയൊരു തേങ്ങയാണ്, അതുകൊണ്ട് തന്നെ ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ആ തേങ്ങയുടെ കൂടെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് മുറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇതുപോലെ വറുത്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ മതി, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്നും ഓണാക്കണ്ട. ഈ ഒരു ചൂടിൽ തന്നെ നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടും. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി വെച്ചിട്ട് പൊടികൾ ചേർക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ആ പാവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് എണ്ണ മതി. ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണയോളം നമുക്ക് മതിയാവും. ആ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 വറ്റൽമുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് കൊച്ചുള്ളി, അതായത് ചെറിയ ഉള്ളി 1 കപ്പ് ഇതുപോലെ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ അത് അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാവയ്ക്ക നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ, ഒന്ന് വേവണം അത്. പാവയ്ക്കയിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5 കാന്താരി മുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ പാവയ്ക്ക മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ? പാവയ്ക്ക നന്നായിട്ട് നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി. വേണമെങ്കിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം, നിർബന്ധമില്ല. നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. മുറിച്ചെടുത്താൽ അത്രയും കയ്പ്പ് കുറവായിരിക്കും. നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിക്കോളാം. പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കണ്ടോ? ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. കണ്ടോ? ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചെടുത്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചൂടുവെള്ളം ചേർക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തീയലിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക.
ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തീയലെടുക്കുന്നത്. നമുക്ക് പുളി ചേർക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ പാവയ്ക്കയിൽ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കിതൊരു അല്പം ശർക്കര ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പാവയ്ക്ക തീയൽ. നല്ല അടിപൊളി റെസിപ്പിയാണ്. ചോറ് തിന്നാൻ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. തീയൽ ഇതേ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.